ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു വാഹനത്തിൻ്റെ റിവ്യൂ വീഡിയോയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് കിയയുടെ സോണറ്റ് എന്ന് പറയുന്ന ഒരു വാഹനം. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന്. അതായത് ഒരു വാഹനം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർ എപ്പോഴും ഒരു വാഹനം മേടിക്കുമ്പോൾ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സുള്ള ഒരു വാഹനം വേണം. ഒപ്പം തന്നെ നമുക്ക് വിലക്കുറഞ്ഞൊരു വാഹനം മേടിക്കാനായിട്ട് സാധിക്കണം. അത്തരത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന 2022 മോഡൽ സിംഗിൾ ഓണർ ഏകദേശം ഒരു 75,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസ്, ഫുൾ ഓപ്ഷനുള്ള ഒരു വണ്ടിയാണ്. സൺറൂഫ് ഉൾപ്പെടെ, ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള പുതിയ ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ്. ഈ ഒരു പുതിയൊരു വാഹനം നിങ്ങൾ എടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 17 ലക്ഷം മുതൽ 19 ലക്ഷം രൂപയാണ് പുത്തൻ വാഹനത്തിൻ്റെ വില വരുന്നത്. എന്നാൽ ഈ ഒരു വണ്ടി വളരെ ചെറിയൊരു പ്രൈസിന്, അതായത് നിസ്സാരമായിട്ടുള്ളൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസ്, കോൺടാക്റ്റ് ചെയ്യേണ്ട മൊബൈൽ നമ്പർ, ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളിപ്പോൾ തന്നെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ വാഹനം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. മുൻവശത്തേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വിൻഷീൽഡ് ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിൻഷീൽഡ് ഏരിയ കഴിഞ്ഞ് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിപ്പമേറിയ ഒരു ബോണറ്റാണ്. ബോണറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ചെറിയൊരു ബോഡി ലൈൻസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു മസ്കുലർ ഫീലോട് കൂടിയ ഒരു ബോണറ്റ്. ഒപ്പം തന്നെ ഇവിടെ കിയയുടെ ഒരു എംബ്ലം കൊടുത്തേക്കുന്നു. തൊട്ടടിഭാഗത്തേക്ക് വരുമ്പോഴത്തേന് കിയയുടെ തന്നെ ടൈഗർ നോസ് ഗ്രില്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. ഹെഡ്ലൈറ്റിനോടൊപ്പം തന്നെ ഡേ ടൈം റണ്ണിങ് ലാമ്പും വാഹനത്തിൽ കൊടുത്തിരിക്കുന്നു. തൊട്ടടിഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രൊജക്ടർ ഫോഗ് ലാമ്പ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. അതോടൊപ്പം തന്നെ അടിയിലായിട്ട് ഒരു സ്കിപ്പ് ലൈറ്റും, ഇങ്ങനെയുള്ള ഈ ഒരു ഏരിയ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വാഹനത്തിന് മുൻവശത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ വാഹനത്തിൻ്റെ മിറർ ഫോൾഡ് ചെയ്ത് അകത്തോട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഞാൻ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുവാണ്. നിങ്ങൾ നോക്കുക, ഈ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മിററിന് നേരെയായി വരുന്നുണ്ടോ. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ കീലെസ് എൻട്രിയാണ്. വശങ്ങളിലായിട്ട് നമുക്ക് പലതരത്തിലുള്ള ക്രോമിൻ്റെ എലമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഒന്ന് നമുക്ക് ഡോർ ഹാൻഡിൽ കാണാം. ഒപ്പം തന്നെ നമുക്ക് ഈ അടിഭാഗത്തായിട്ട് ചെറിയൊരു ക്രോമിൻ്റെ എലമെൻറ്റ് കൊടുത്തേക്കുന്നു. ഇവിടെ ഒരു കിയയുടെ ബാഡ്ജിങ് നമുക്ക് കാണാം. ബാക്ക് സൈഡിൽ ഡോറിനും ഡോർ ഹാൻഡിലുണ്ട്. ഇവിടെ ഒരു കിയയുടെ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഇനി ടയർ സൈസ് പറയുകയാണെങ്കിൽ 16 ഇഞ്ച് ടയറാണ് വന്നേക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് അലോയ് വീൽ കാണാം. കിയയുടെ ഒരു എംബ്ലോ ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നു. അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു ടയറാണ് വാഹനത്തിനുള്ളത്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിനുണ്ട്. ഇനി വണ്ടിയുടെ ബാക്ക് സൈഡിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു കണക്റ്റഡ് LED ടെയിൽ ലാമ്പ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയും. ഇത് പുറകിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ്. പിന്നെ ഒപ്പം തന്നെ നമുക്ക് മധ്യഭാഗത്തായിട്ട് കിയയുടെ ഒരു ലോഗോ കൊടുത്തേക്കുന്നു. ഇവിടെ സോണറ്റിൻ്റെ ഒരു എംബ്ലം കൊടുത്തേക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ബാക്കിലെ ടെയിൽ ലാമ്പിനോട് ചേർന്ന ഒരു ക്രോമിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. സ്പോർട്ടിയായ ഒരു സ്പോയിലറും അതോടൊപ്പം തന്നെ മുകളിലായിട്ട് ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനെയും നമുക്ക് കാണാം. ഇനി വാഹനത്തിൻ്റെ ഫസ്റ്റ് റോ സീറ്റും സെക്കൻഡ് റോ സീറ്റും ഒക്കെ നമുക്കൊന്ന് കാണാം. കീലെസ് എൻട്രിയാണ്. വാഹനത്തിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് റോ സീറ്റ് ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കുക. ഇവിടെ മുകളിലായിട്ട് പ്രധാനമായിട്ട് വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൺറൂഫ് വാഹനത്തിന് ഉണ്ട്. നമുക്ക് ആവശ്യാനുസരണം അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫസ്റ്റ് റോ സീറ്റിലേക്ക് കയറുന്ന സമയത്ത് ഡ്രൈവിംഗ് സീറ്റിൽ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീല് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രൂയിസ് കൺട്രോൾ സ്റ്റിയറിംഗ് വീലിൽ ഉണ്ട്. ഒപ്പം തന്നെ നമുക്കിവിടെ കോൾ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ്, മ്യൂസിക് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ പുഷ് ബട്ടണാണ്, അതായത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ് വാഹനത്തിനുള്ളത്. ബ്രേക്ക് കാലുമൊക്കെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ വണ്ടിയുടെ മീറ്ററിലെ വാർണിംഗ് ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് വാഹനം നമുക്ക് ഇവിടെ ഓണാകും. സ്റ്റാർട്ടായി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വാഹനത്തിൻ്റെ കിലോമീറ്റർ സ്പീഡ് എത്ര ഓടുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു RPM മീറ്റർ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ നമുക്ക് ഫ്യൂവലിൻ്റെ അളവ് അറിയാനായിട്ടുള്ള ഒരു ഓപ്ഷൻസും വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിൽ കൊടുത്തിരിക്കുന്നു. ഇതൊരു ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാം. അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു ഇൻഫോർടൈൻമെൻറ്റ്
സിസ്റ്റം, പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഏരിയയും ഒപ്പം തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്ലൗ ബോക്സും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയും. ഇനി ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പവർ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചുകളെല്ലാം റൈറ്റ് സൈഡ് ഏരിയയിലുണ്ട്. ഒപ്പം തന്നെ നമുക്ക് വാഹനത്തിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചുകളും വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഗിയർ ലിവറിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഗിയർ നോബ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത്. നമുക്ക് നിലവിൽ 6 ഗിയറുകൾ ഈ വാഹനത്തിന് ലഭ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് മേലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ന്യൂട്രൽ, താഴോട്ട് ചേർത്താൽ സെക്കൻഡ് ഗിയർ, ഈ ഒരു ഭാഗത്ത് പിടിച്ച് ജസ്റ്റ് ന്യൂട്രൽ പോയിന്റ് മേളിലേക്ക് ഇട്ടാൽ തേർഡ്, ന്യൂട്രൽ ഫോർത്ത്, ന്യൂട്രൽ റൈറ്റ് സൈഡ് ചേർത്ത് മേളിലേക്ക് ഇട്ടാൽ ഫിഫ്ത്ത്, പിന്നെ നേരെ താഴോട്ടിട്ടാൽ ന്യൂട്രൽ, ഈ ഒരു ഭാഗം തന്നെ ചേർത്ത് നേരെ താഴോട്ടിട്ട് 6ാമത്തെ ഗിയർ വീഴും. റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് മുകൾ ഭാഗത്തായിട്ടാണ് റിവേഴ്സ് ഗിയർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കോളർ പോലെയുള്ള ഒരു ഭാഗമുണ്ട്. അത് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്തിട്ട് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രലാക്കി നമ്മൾ ലെഫ്റ്റിലേക്ക് ചേർത്ത് മേളിലേക്ക് ഇട്ട റിവേഴ്സ് ഗിയർ വീഴും. അപ്പോൾ നമുക്കിവിടെ റിവേഴ്സ് ക്യാമറ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനത്തിന് ലഭിക്കുന്നതാണ്. ബാക്ക് സൈഡ് ഏരിയ ഒക്കെ വളരെ മനോഹരമായിട്ട് കാണാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ വാഹനത്തിൻ്റെ ഉൾവശത്തായിട്ട് കൊടുത്തേക്കുന്നു. ഒപ്പം തന്നെ മാനുവലായിട്ട് ഡേ നൈറ്റ് ഒരു മിററാണ് ഈ വാഹനത്തിൽ ക്രമീകരിച്ചേക്കുന്നത്. അതിനുള്ള ഒരു നോബും ഈ ഒരു ഭാഗത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. അത് രാത്രി കാലങ്ങളിൽ പകൽ സമയത്തും അത് നമുക്ക് മാറ്റി യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു നോബ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. USB പോർട്ടുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയും ചെറിയൊരു സ്പേസ് കാണാം. പിന്നെ ഇവിടെയും നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഹാൻഡ് ബ്രേക്കിനോട് ചേർന്ന് ഈ ഒരു ഏരിയയിലും കാണാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നമുക്ക് ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. പിന്നെ നമുക്ക് ഒരു ഹാൻഡ് റെസ്റ്റ് കൈവെക്കാനായിട്ടുള്ള ഒരു ഏരിയ ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇനി സെക്കൻഡ് റോ സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് സെക്കൻഡ് റോ ഏരിയ വരുന്നത്. അത്യാവശ്യം വളരെ സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഒപ്പം തന്നെ നമുക്ക് വാഹനത്തിൽ ബാക്ക് സൈഡിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീറ്റിംഗ് ഒക്കെ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കുഷ്യൻ സീറ്റാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് നമുക്കുണ്ട്, ഹെഡ് സ്പേസും ഉണ്ട്. ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ പോലും ആ ഒരു ഹെഡ് സ്പേസ് ഒക്കെ ഇവിടെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് കുറച്ച് ഹൈറ്റ് കുറവാണ്, എന്നാൽ കുറച്ചും കൂടെ പൊക്കമുള്ള ഒരാളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹെഡ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഗ്രാബ് ഹാൻഡിലുകളും അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഒരു റിയർ AC-യുടെ ഒരു ഭാഗം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് ഏരിയ വരുന്നത്. ഇനി ഡിക്കി ഏരിയയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉള്ള ഒരു ഏരിയ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചെറിയൊരു ലാമ്പും ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ലഗേജസും വെച്ചുകൊണ്ട് പോകാം. ഇനി ഞാൻ നിങ്ങളെ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. വണ്ടി ഓടിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളുമായിട്ട് അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഓക്കെ, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്രേക്കിൽ കാല് വെച്ച് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. വണ്ടിയുടെ പുഷ് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുന്നു. വാഹനം സ്റ്റാർട്ടായി. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പതിയെ വാഹനം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വാഹനം നീങ്ങുന്നുണ്ട്. നമ്മൾ ഒത്തിരി ആക്സിലറേഷൻ ഒന്നും കൊടുക്കണ്ട, കാരണം വണ്ടിയുടെ എഞ്ചിൻ പവർ അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്സിലറേഷൻ ഒന്നും കൊടുക്കണ്ട. പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്താൽ തന്നെ വണ്ടി നീങ്ങും. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ വളരെ സ്മൂത്താണ്. ഒപ്പം തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എഞ്ചിൻ്റെ സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ വണ്ടി ആണെങ്കിൽ പോലും എഞ്ചിൻ സൗണ്ടൊന്നും അങ്ങനെ നമുക്ക് ഒത്തിരി ഫീലൊന്നും ചെയ്യത്തില്ല. വണ്ടിക്ക് അങ്ങനെ മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിൽ ഫീലൊന്നും ചെയ്യുന്നില്ല. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു. തേർഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യണം. 3ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. മെല്ലെ ബ്രേക്ക് വന്ന് വാഹനം സ്ലോ ചെയ്ത് പോവുകയാണ്. ഇപ്പം 3ാമത്തെ ഗിയറിലൊക്കെയുള്ള ഡ്രൈവ് വളരെ സുഖകരമാണ്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. 4ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. 4ാമത്തെ ഗിയറിൽ പോകുന്നു. വളരെ സ്മൂത്തായിട്ട് തന്നെ ഈ ഡീസൽ എഞ്ചിൻ വണ്ടിയാണെങ്കിൽ പോലും വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീണ്ടും ഞാനിത് ഫിഫ്ത്ത് ഗിയറിലേക്ക് കൊടുക്കുകയാണ്. 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും ഞാനിത് 6ാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. 6th ഗിയർ 6ാമത്തെ ഗിയറിലേക്ക് വരുന്നു. ഇപ്പം ഞാൻ വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഷിഫ്റ്റിംഗ് എല്ലാം തന്നെ സ്മൂത്താണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള പ്രശ്നമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്യുന്നില്ല. ഒപ്പം തന്നെ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വില്ലേജ് റോഡിലാണ്. വില്ലേജ് റോഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം ഡ്രൈവിംഗ് ഒക്കെ വളരെ കംഫർട്ടാണ്. ഒപ്പം തന്നെ നമ്മൾ ഇരുന്ന് ഉള്ള യാത്ര, സീറ്റിൽ ഇരുന്നുള്ള യാത്രയും വളരെ സുഖകരമാണ്. നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് പുറത്തേക്കുള്ള ഒരു വ്യൂ ഒക്കെ വളരെ സുഖകരമാണ്. അല്ലാതെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് അതിന് ഒരു പ്രത്യേക ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്യുന്നില്ല.
കുഴപ്പമില്ല. ഇനി ഈ വാഹനത്തിന് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 72,619 കിലോമീറ്റർ ഇപ്പം ഉള്ള ഒരു കിലോമീറ്ററാണ് കാണിക്കുന്നത്. അത്രേ ഓടിയിട്ടുള്ളൂ. പിന്നെ സിംഗിൾ ഓണർ വാഹനമാണിത്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ തട്ടോ മുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 10 ലക്ഷം രൂപ വരെ വാഹനത്തിന് ഫിനാൻസ് ലഭിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വില കുറച്ചും കൂടെ താഴ്ന്ന് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ബോഡി മറ്റ് ഏരിയകളൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ സ്ക്രാച്ചസോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ മുട്ടോ അങ്ങനെയുള്ള ഉള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ വാഹനത്തിൽ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എൻ്റെ സുഹൃത്ത് ഉണ്ണിബ്രോയാണ് ഈ വാഹനം തന്നത്. അപ്പോൾ ഉണ്ണിബ്രോയ്ക്ക് പ്രത്യേക ഒരു നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.